الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الإخوان أوصيكم عباد الله أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ബഹുമാനവും ഏറെ സ്നേഹവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ഈ പുണ്യ ദിനത്തിലും നമുക്ക് ജീവിതവും ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതാന്ത്യം വരെ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മഹനീയ സന്ദേശങ്ങൾ നൽകി ഒരു ബലിപെരുന്നാൾ കൂടി നമുക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഹാജിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആ പുണ്യമണ്ണിൽ എത്തി ഹജ്ജ് നിർവഹിച്ച ആത്മനിർവൃതിയിലാണ് ഈ സമയം. അൽഹംദുലില്ലാഹ്, ഹജ്ജിൻ്റെ ചരിത്രവും സന്ദേശവും തൗഹീദിൻ്റേതാണ്. ലോകരുടെ മുഴുവൻ സൃഷ്ടാവും സംരക്ഷകനും ഏകനായ റബ്ബ് മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വിളംബരമാണ് ഹജ്ജിൽ മുഴുവൻ നിഴലിച്ച് കാണുന്നത്. എല്ലാവരുടെയും ഖിബ്ല ഒന്നാണ്. ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ആരാധ്യനേകനായ റബ്ബാണെന്നതുപോലെ
എല്ലാവരുടെയും ഖിബ്ല ഒന്നാണ്. എല്ലാവരും ഉച്ചരിക്കുന്ന ഹാജിമാരുടെ തൽബിയത്ത് ഒന്നാണ്. എല്ലാവരും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദുൽഹിജ്ജ 10 ശേഷം ഹാജിമാരും നമ്മളെല്ലാവരും ഈദ് നമസ്കാരത്തിന് വേണ്ടി വരുമ്പോഴും ഇനി അയ്യാമു തശ്രീഖിന്റെ അഥവാ ദുൽഹിജ്ജ മാസം 13 അസ്ർ സമയം വരെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന തക്ബീർ ധ്വനികളും എല്ലാവർക്കും ഒന്നാണ്. കിരീടമോ രോമത്തൊപ്പികളോ ഇല്ലാതെ ഇഹ്റാമിന്റെ വേഷമണിഞ്ഞ്, ഇഹ്റാമിന്റെ വേഷം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒന്നുടുക്കാനും ഒന്ന് പുതക്കാനുമുള്ള ആ രണ്ട് തുണിക്കഷ്ണങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അണിഞ്ഞ വസ്ത്രം, അതേ വസ്ത്രമാണ് പിന്നീട് വന്ന പ്രവാചകൻ നമുക്കും സുന്നത്തായി ആ മില്ലത്തിൽ നിന്ന് പഠിപ്പിക്കുകയും പകർത്തുകയും ചെയ്ത് കാണിക്കുകയും ചെയ്തത്. അതേ ഇഹ്റാമിന്റെ വേഷമാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും പുരുഷന്മാരും അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ അതിഥിയായി ഞാനിതാ വന്നിരിക്കുന്നുവെന്നാണ് ഹാജിമാർ തൽബിയത്തിന്റെ ആ മന്ത്രോച്ചാരണത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിതാ നിന്റെ ക്ഷണം സ്വീകരിച്ച് നിന്റെ വിളിക്കുത്തരം നൽകി ഈ പുണ്യമണ്ണിൽ ഞാനിതാ വന്നിരിക്കുന്നു നാഥ എന്ന പ്രഖ്യാപനമാണ് തൽബിയത്തിന്റെ പ്രഖ്യാപനം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. നാഥ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് മടക്കമുണ്ടെന്നൊരു പ്രതീക്ഷയുമില്ലാതെ ഞാനിതാ നിന്റെ അടുക്കലേക്ക്, ഈ പുണ്യമണ്ണിലേക്ക് വിളിക്കുത്തരം ചെയ്തു വന്നിരിക്കുന്നു നാഥ. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനും ഇല്ല നാഥ. ഞാനിതാ അതുറക്കെ പ്രഖ്യാപിച്ച് ഉത്തരം നൽകി വന്നിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. എല്ലാ സ്തോത്രങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളുടെയും ഉടമ നീ മാത്രമാണ്. എല്ലാ ആധിപത്യവും നിനക്ക് മാത്രമാണുള്ളത്. ലാ ശരീക ലക, അങ്ങനെയുള്ള നിനക്കൊരു പങ്കുകാരനുമില്ല തമ്പുരാനേ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന അറബി ഭാഷ അറിയാത്തവർ പോലും അറബിയിലുള്ള ഈ തൽബിയത്താണ് പ്രിയപ്പെട്ടവരെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, മക്ബറകളിൽ പോയി അഭയം തേടുന്നവരും ഹക്ക് ജാഹ് ബർക്കത്ത് പ്രവാചകന്മാരെ കൊണ്ടും ശുഹദാക്കളെ കൊണ്ടും സ്വാലിഹീങ്ങളെ കൊണ്ടും മറ്റുള്ള എല്ലാ മഹാത്മാക്കളെ പിടിച്ചുകൊണ്ടും തേടുന്നവരും പ്രാർത്ഥിക്കുന്നവരും അവിടെ വന്നാൽ പറഞ്ഞേ മതിയാകൂ, നീ മാത്രമാണ് സൃഷ്ടാവ്, നിന്നോട് മാത്രമാണ് പ്രാർത്ഥനകളും വഴിപാടുകളും, നിനക്ക് നീയല്ലാതെ മറ്റൊരു പങ്കുകാരനില്ല തമ്പുരാനെ. അത് പറഞ്ഞേ മതിയാകൂ. അതാണ് തൗഹീദിന്റെ വിളംബരമാണ് ഹജ്ജ് എന്ന് പറയാൻ കാരണം. പണ്ട് മക്ക മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു, മുശ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളോട് പടപൊരുതിയ അള്ളാന്റെ റസൂലിന്റെ മറുവശത്തുണ്ടായിരുന്ന ആളുകൾ ഹജ്ജ് നിർവഹിച്ചിരുന്നു. ഇതേ തൽബിയത്താണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ തൽബിയത്തിന്റെ അവസാനം ഒരു വാചകം കൂടിയുണ്ട്, ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. നിനക്കൊരു പങ്കുകാരനുമില്ല, ഒരൊറ്റ പങ്കുകാരൻ മാത്രമല്ലാതെ. അപ്പോ ഒരാളെങ്കിലും പങ്ക് ചേർത്താലേ അവർക്ക് സമാധാനമുള്ളൂ. തംലികുഹു വമാ മലക്, ആ പങ്കുകാരൻ പുറത്താരുമല്ല, നീ ഉടമപ്പെടുത്തുന്നവനാണ്, നിന്റെ കീഴിലുള്ള സൃഷ്ടി തന്നെയാണ്. നോക്കിങ്ങള്, ഒരിക്കലും ഒരു അപാകത പിണയരുത് എന്ന് വിചാരിച്ച് ആ മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത് വരെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂല് വളരെ ജാഗ്രതയോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തൗഹീദ് എന്താണെന്ന് അറിയാൻ ഹജ്ജ് കർമ്മത്തിലൂടെ ബോധ്യപ്പെടും. മഖാമു ഇബ്രാഹിം ഒരത്ഭുതമാണ്, ഒരത്ഭുതമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുക, മഖാമിലെ ആണ്ട് നേർച്ച കേട്ട് ശീലിച്ച നമ്മൾ തെറ്റിദ്ധരിക്കണ്ട, അതൊരു ജാറമല്ല, അതൊരു ശവകുടീരമല്ല, അതൊരു മക്ബറയല്ല, അതൊരു മഖാം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ദേവാലയം
പടുത്തുയർത്താൻ വേണ്ടി ഉയർന്നുപയോഗിച്ച ഒരു കല്ല് മാത്രമാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദമുണ്ട്. അതിപ്പോഴും ഒരു ചില്ലിന്റെ കൂട്ടിലാക്കി ആ കഅബയുടെ സമീപത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഉംറ നിർവഹിക്കുന്നവർ, തവാഫ് നിർവഹിക്കുന്നവർ ആ തവാഫിൽ നിന്ന് വിട പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനെ പിന്നിലാക്കിക്കൊണ്ട് മഖാം ഇബ്രാഹിമിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. 2 റക്അത്ത് നമസ്കാരം ആരോടാ? അള്ളാനോട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. ആ നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഒരു സൂറത്ത് അത്. 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 2 സൂറത്തുകളും തൗഹീദ് കൃത്യമായി അല്ലാഹു വരച്ച് കാണിക്കുന്ന അധ്യായങ്ങളാണ്. ഈ 2 അധ്യായങ്ങളും ഓതേണ്ട സന്ദർഭമാണ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുള്ള സുന്നത്ത് നമസ്കാരത്തിൽ. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നിന്ന അടയാളമുള്ള കല്ലിനെയല്ല നമസ്കാരം, കല്ലിനെയല്ല നമ്മൾ ബർക്കത്തെടുക്കുന്നത്, കല്ലിനോടല്ല പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവിനോടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശമേറ്റ ഇപ്പോഴും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ മഹത്തായ പുണ്യനഗരത്തിലെത്തുമ്പോൾ ഇബ്രാഹിം നബിയോട് തേടുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അക്ജാഹ് ബർക്കത്ത് ആരും അവിടെ ഉരുവിടുന്നില്ല. എല്ലാം അല്ലാഹുവിനോട് മാത്രമാണ്. ഞാനിതാ വന്നെത്തിയിരിക്കുന്നു, ഞാൻ എത്തിയിരിക്കുന്നു. എന്റെ ആദർശത്തിൽ ഒരു മാറ്റവുമില്ല. ലാ ശരീക ലക്. എന്താണ് മന്ത്രത്തിന്റെ ആശയം എന്ന് ആലോചിച്ചു പ്രിയപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഹജറുൽ അസ്വദ് കാണാൻ പറ്റും കഅബന്റെ ഒരു മൂലയിൽ. ഒരു കറുത്ത കല്ലാണ്. ആ കല്ലിനെ ചുംബിക്കൽ സുന്നത്താണ്. ആ കല്ലിന്റെ അവിടേക്ക് തവാഫ് ചെയ്യുമ്പോൾ എത്തുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. തവാഫ് ചെയ്യുമ്പോഴേ ആ കഅബയുടെ മൂലയിലുള്ള ഹജറുൽ അസ്വദിന്റെ അവിടേക്ക് എത്തുമ്പോൾ അല്ലാഹുവേ നിന്റെ നാമത്തിൽ നീയാണ് ഏറ്റവും വലിയവൻ. അപ്പൊ കല്ലിനെ ചൂണ്ടിയിട്ടും പറയണ അല്ലാഹുവാണ് വലിയവൻ എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി അഅലമു അന്നക ഹജർ, നീ ഒരു കല്ല് മാത്രമാണ്, കല്ലേ എന്നത് എനിക്കറിയാം. ലാ തളറു വലാ തൻഫഅ. ഹജറുൽ അസ്വദാണ് നീ എങ്കിലും നിന്നെ കൊണ്ടൊരു ഉപകാരം ചെയ്യാനോ ഒരു ദ്രോഹം വരുത്താനോ സാധ്യമല്ല. പിന്നെ എന്താണ് നിനക്ക് ഈ ബഹുമാനം കിട്ടാൻ കാരണം? വലൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുകി മാ ഖബ്ബൽതുകി. അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ അല്ലാഹുവിന്റെ റസൂൽ ചുംബിച്ചില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുകി, ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കൂല എന്ന് ഹജറുൽ അസ്വദിനോട് പ്രിയപ്പെട്ടവരെ ഉമർ റളിയല്ലാഹു അൻഹു മന്ത്രിക്കുകയാണ്. അതുകൊണ്ട് ഹജറുൽ അസ്വദിന്റെ പ്രാധാന്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുകൊണ്ടാണ്. അതൊരു സുന്നത്താണ്, ആരാധനയല്ല. നോക്കിങ്ങള്, നമ്മളും തക്ബീറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ ആശയവും ഇതേ ആദർശവും തന്നെയാണ്. ഇപ്പൊ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹാജിമാര് ഇപ്പൊ തൽബിയത്ത് മാറിയിട്ട് 10 മുതൽ അവർ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തക്ബീറാണ്. ഇപ്പൊ നമ്മൾ ചൊല്ലുന്ന തക്ബീറാണ് അവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, നീ തന്നെയാണ് ഏറ്റവും വലിയവൻ, ഏറ്റവും വലിയവൻ നീ തന്നെയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതിന്റെ അവസാനത്തിൽ പറയുന്നത് അല്ലാഹുവേ നീ തന്നെയാണ് ഏറ്റവും വലിയവൻ, നിനക്കാണ് സകലമാന സ്തുതിയർപ്പണങ്ങളും. അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് നമ്മളിതാ ആഘോഷത്തെ ആഹ്ലാദഭരിതമാക്കുകയാണ്. മദീനയിൽ ചെന്നാൽ പുണ്യ റസൂലിന്റെ ഖബർ കാണാം. പ്രിയപ്പെട്ടവരെ, റൗളക്കരികിൽ നേരെ അപ്പുറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ ഖബർ കാണുമ്പോൾ ആ ചാരത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സലാം പറയലാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം പറയണം ഖബറിനോട്, അല്ലാഹുവിന്റെ റസൂലിനോട്. അത് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മഖ്ബറയുടെ അടുത്ത് വെച്ചും
അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. റസൂലുള്ളയോട് പ്രാർത്ഥനയില്ല. സ്വർഗാവകാശികളിൽ ഉത്തമന്മാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, സ്വഹാബത്തിനോട്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയില്ല. എല്ലാം അള്ളാഹുവിനോടാണ്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ഇല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ, നന്മ ചെയ്യണേ, അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു കൊടുക്കണേ. റസൂലുള്ളാഹിനോട് അങ്ങോട്ടല്ല, റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട്. എത്ര കൃത്യമാണ്, വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹ് റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകളും സ്വലാത്തുകളും തക്ബീറുകളും ദിക്റുകളൊക്കെ. അതുകൊണ്ട് ഖബറിന്റെ അടുത്ത് പോകുന്നത് അവരോട് ദുആ ചെയ്യാൻ വേണ്ടിയാവരുത്. ഖബർ സന്ദർശിക്കുന്നത് അവർക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുവാൻ വേണ്ടിയാണ്. ഇപ്പൊ സിയാറത്ത് ടൂറിന്റെ കാലാണ്. അതിന്റെ മറവിൽ സാധുജനങ്ങളെ കൊണ്ടുപോയി ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യിക്കുന്നത് കാണാം. മഅദല്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. കാരണം ഖബറിന്റെ മുമ്പിൽ കൊണ്ടുപോയി ആളുകളെ സുജൂദ് ചെയ്യാൻ ഒത്താശ ചെയ്യുന്ന വിവരമുള്ള ആളുകൾ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പടച്ചവനെ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി, ബിംബമാക്കി, ഒരു സ്ഥലമാക്കി നീ മാറ്റരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര 3 പള്ളികളിലേക്ക് മാത്രമാണ്. ഒന്ന് മസ്ജിദുൽ ഹറമിലേക്ക്, കഅബയിലേക്ക്, രണ്ടാമത്തേത് മദീനയിലുള്ള മസ്ജിദുൻ നബവിയിലേക്ക്, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ എന്നറിയപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ഈ 3 പള്ളിക്ക് നാട്ടിൽ നിന്ന് നമുക്ക് പുണ്യം പ്രതീക്ഷിച്ചിട്ട് യാത്ര പോകാൻ പറ്റുള്ളൂ, സിയാറത്ത് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പള്ളികളൊക്കെ ഒരേപോലെ, ഡിസൈനും മോഡലൊക്കെ മാറ്റം വരുത്തിയാലും ആകർഷകാക്കിയാലും ബാക്കിയൊക്കെ ഒരേപോലെ. അല്ലാഹുവിന്റെ റസൂലാണ് ഇത് പറഞ്ഞത്. ദീൻ പഠിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ച റസൂലിന്റെ വാക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ കാണാൻ കൊതിച്ച കഅബ കണ്ടാലും, ആ കഅബയുടെ കില്ല പിടിക്കാൻ ഭാഗ്യം കിട്ടിയാലും, കഅബനെ ഒന്ന് ചേർന്ന് നിന്ന് പറ്റിപ്പിടിക്കാനും തൊടാനും ഭാഗ്യം കിട്ടിയാലും കഅബയല്ല ആരാധിക്കേണ്ടത്, കഅബയോടല്ല തേടേണ്ടത്. കഅബയെ സൃഷ്ടിച്ചവനായ ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ആ കഅബയെ സൃഷ്ടിച്ചവനായ, കഅബയുടെ നാഥനായ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അല്ലാഹ് ഖുർആനിലൂടെ പറയാണ്. അതുകൊണ്ട് കഅബ കാണുമ്പോഴും കഅബയുടെ അടുത്തെത്തിയാലും അല്ലാഹുവിന് മാത്രമായിരിക്കണം ആരാധന. വഇദ് ബവ്വഅനാ ലിബ്രാഹീം മകാനൽ ബൈത്ത്. സൂറത്തു ഹജ്ജിലെ 26-ാമത്തെ വചനം ആമുഖമായി ഓതി കേൾപ്പിക്കപ്പെട്ടു. ആ ആയത്തിന്റെ ആശയം, കഅബയുടെ ആ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹുവാണ് നിശ്ചയിച്ചു കൊടുത്തത്. അല്ലാ തുശ്രിക് ബി ശൈആ, ഒന്നിനെയും എൻ്റെ കൂടെ പങ്കു ചേർത്ത് പോകരുത്. എത്ര ആവർത്തന വചനങ്ങളാണോ. അല്ലാ തുശ്രിക് ബി ശൈആ വതുഹിർ ബൈതിയ ലിത്വായിഫീൻ, എൻ്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം, വൃത്തിയായി പരിപാലിക്കണം, തവാഫ് ചെയ്യാനും വൽ ഖായിമീന വറുക്കഇ സുജൂദ്, നമസ്കരിക്കുവാനും കുനിയുവാനും മാത്രമല്ല സഷ്ടാംഗം ചെയ്യുവാനും വേണ്ടി വരുന്ന വിശ്വാസികൾക്ക് നിങ്ങൾ അതിനെ ശുദ്ധീകരിച്ച് വൃത്തിയുള്ളതാക്കി കൊടുക്കണം. ഇന്നും കഅബന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഒരു പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യാതെ അതിന്റെ അശുദ്ധീകരണം എന്ന് പറഞ്ഞാലേ അതൊരു വല്ലാത്ത അത്ഭുതമായി ഇന്നും ചരിത്രത്തിൽ ഇടം തേടി നിൽക്കുകയാണ്. ഖുർആനിലൂടെ ഇബ്രാഹിം നബിനെ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം. അപ്പൊ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനെ തിരിച്ചറിയുന്ന കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹറമിലെ ഇമാമിന്റെ ഖുതുബ ഹാജിമാരോട്, ലോകത്തുനിന്ന് വന്ന മുഴുവൻ ഹാജിമാരെയും ജുമുഅക്ക് കിട്ടിയപ്പോൾ ആ ഹാജിമാരോട് ഇമാമിന്റെ ഖുതുബ, അതിനു പുറമെ കഴിഞ്ഞ ദിവസത്തെ അറഫ പ്രസംഗം, ഇതിന്റെയൊക്കെ മലയാളം ലൈവ് വരെ നമ്മളൊക്കെ കണ്ടു കേട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആർക്കും കാണാം, ആർക്കും കേൾക്കാം. ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാമിന്റെ കേന്ദ്രമാകുന്ന മക്കത്തില്ലാത്ത പലതും ചെയ്തു കൂട്ടുന്ന ആളുകളോട് ഷിർക്കിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ ഇമാമുകളുടെ ഖുതുബകൾ മുഴുവനും ആവർത്തിച്ചോർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ശതകോടീശ്വരനും പാവപ്പെട്ടവനും കറുത്തവനും വെളുത്തവനും രാജാവും പ്രജയും
നിലത്ത് ഒരുമിച്ച് ഒരു രാത്രി കിടന്നുറങ്ങുന്ന ലോകത്തെ ഒരേ ഒരിടം, അതാണ് മുസ്ദലിഫ. അതാണ് മുസ്ദലിഫ. മാഷാ അല്ലാഹ്, അതൊരു മഹാ അത്ഭുതമാണ്. സഫാ മർവ അള്ളാന്റെ ചിഹ്നങ്ങളാണ്. അതിനേക്കാളും ചരിത്രങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രണ്ട് മലകളാണ് സഫാ മർവ. ആ ഓട്ടം സഅയ് എന്ന് പറയും. അത് ഹജ്ജിനും ഉംറയുടെയും ഭാഗമാണ്. പക്ഷെ ഇന്ന് ഓടുമ്പോൾ നമുക്ക് പണ്ടത്തെ ചരിത്രം ഓർമ്മ വരുമെന്ന് സംശയമാണ്. കാരണം ഇന്ന് ഏസിക്കുള്ളിലൂടെയാണ് സഫയിൽ നിന്ന് മറുവയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏസിയാണ്. മാത്രല്ല വെള്ളം കുടിക്കാനും സംസം കുടിക്കാനും ഒക്കെ പരിസരത്ത് സൗകര്യം. നമ്മളെങ്ങാനൊന്ന് തളർന്നു വീണാൽ പ്രിയപ്പെട്ടവരെ മെഡിക്കൽ സംഘം സജ്ജരായി കൂടണ്ട്. എന്നാൽ ഇതാണ് ഇന്നത്തെ സഅയ് സഫാ മർവക്കിടയിൽ. പക്ഷെ അന്നത്തെ സഫാ മർവ നമ്മൾ പഴയ മക്കയിൽ നിന്ന് കാണണം. ഇന്നല്ലേ ഇപ്പൊ ആടുജീവിതമൊക്കെ ചർച്ചയായത്. അതിനു മുമ്പ് ഇതിനേക്കാൾ വിജനമായ തീക്കാറ്റടിക്കുന്ന കത്തുന്ന ആ മരുഭൂമിയിൽ തന്റെ കുടുംബത്തെ ഇട്ടേച്ചുകൊണ്ട് പോകുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏക പ്രതീക്ഷ പടച്ച റബ്ബിലുള്ള തവക്കുൽ മാത്രമാണ്. അന്ന് ആ പൈതലിന് പാല് വറ്റിപ്പോയി. ഹാജറായ ഉമ്മയുടെ ഭാഗത്ത് നിന്നും അവസാനം കുഞ്ഞ് കരയാൻ. ചുണ്ട് നനക്കാൻ ഒരിത്തിരി വെള്ളം ലഭ്യമല്ല. അന്വേഷിച്ചോടുകയാണ്, അലയുകയാണ്. ഒരു പ്രതീക്ഷയുമില്ല. സഫാ കുന്നിൽ കയറി തിരിച്ച് മറുവാ കുന്നിലേക്ക് ഓടി. ഒരനക്കം, ഒരു ജന്തുവിന്റെ അടക്കം ശബ്ദം, ഒരു മനുഷ്യന്റെ അനക്കം, ബഹളം ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. എല്ലാ പ്രതീക്ഷയും അറ്റുപോയി. തുടർച്ചയായി ഹാജറാ ഉമ്മ ഓടിയത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് സഅയ് നടത്തുമ്പോ സഫാ മർവക്കിടയിൽ ഓടുമ്പോ പുരുഷന്മാർ ഓടിയേ മതിയാകൂ. സഹോദരിമാർ പ്രത്യേകമായ അടയാളം വെക്കപ്പെട്ട പച്ച ലൈറ്റ് കത്തുന്ന ഭാഗത്ത് സഹോദരിമാര് മെല്ലെ നടന്നാ മതി, ഓടണ്ടയില്ല. സഹോദരിമാര് നടക്കണം, പുരുഷന്മാര് ഓടണം. നിങ്ങൾക്കുള്ള ഓട്ടം നിങ്ങളുടെ അതേ ഗണത്തിൽപ്പെട്ട നമ്മുടെ ഉമ്മ ഹാജറു ബീവി ഓടിയിട്ടുണ്ട് എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഒക്കെ അത്ഭുതമാണ്. സംസമിന്റെ ചരിത്രം വലിയ അത്ഭുത കഥയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തവാഫ് കഴിഞ്ഞാല്, നേരെ സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാല് പിന്നെ വേഗം വേണ്ട സംസം കുടിക്കലാണ്. സഅയിന്റെ അടിയിൽ സംസം നന്നായി കുടിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ മറക്കും നമ്മൾ ഹാജറു ബീവിയെ? കാരണം അവരൊരു രാജകുമാരിയല്ല, അവരൊരു സുന്ദരിയല്ല. ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അടിമക്കമ്പോളങ്ങളിൽ വിറ്റ ചുരുണ്ട മുടിയും കറുകറുത്ത നിറവുമുള്ള ഒരടിമ പെണ്ണാണ് ഹാജറു ബീവി എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഭാര്യ. ഒരു കടയുദ്ഘാടനത്തിന് വരുന്ന സെലിബ്രിറ്റികൾ, നടിമാർ, ജനക്കൂട്ടം നിയന്ത്രിക്കാനാവാതെ നമ്മുടെ നിയമപാലകർ പ്രയാസപ്പെടാറുണ്ട്. മാത്രമല്ല, ഒരു കലാകാരന്റെ കറുപ്പ് നിറം ആക്ഷേപിച്ചവർ മാന്യതയാണ് ഞാൻ ചെയ്തത് എന്ന് അഹങ്കരിക്കുന്ന ഈ കാലത്തും നാം കേൾക്കണം, സമൂഹത്തെ കേൾപ്പിക്കണം. നമ്മുടെ ഉമ്മയായ ഹാജറിന്റെ മഹത്വം വർണ്ണം കൊണ്ട് ചെറുതാക്കാൻ കഴിയുന്നതല്ല, അത് കർമ്മം കൊണ്ട് വാനോളം ഉയർന്നതാണ് എന്ന് ചരിത്രം ഖിയാമത്ത് നാൾ വരെ ആ ഹാജറിനെ ഓർത്തുകൊണ്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വർണ്ണവെറിയും വർഗവെറിയും ഇന്നും നിലനിൽക്കുമ്പോൾ ഈ ചരിത്രം ഏറെ പ്രസക്തമാണ് എന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഖിയാമത്ത് നാൾ വരെ ആ ഉമ്മ ഓർമ്മിക്കപ്പെടുകയാണ്. ഒരു ഗൾഫുകാരൻ വിദേശത്തേക്ക് പോകുമ്പോൾ ആ എയർപോർട്ടിൽ ആ കുഞ്ഞിനെ കൈമാറുന്ന രംഗുണ്ട്. അവസാനം മുത്തം നൽകി ഇനി ഭാര്യനെ ഏൽപ്പിക്കും. നമുക്ക് തോന്നും അതൊരു വല്ലാത്ത വേർപാടിന്റെ വിതുമ്പലാണ്. ആന വരുമ്പോ താൻ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചാലും തന്റെ കുട്ടിയെ ദൂരേക്ക് വലിച്ചെറിയുന്ന രക്ഷിതാക്കൾ, കുട്ടി രക്ഷപ്പെടട്ടെ എന്നാണ്. ഫലസ്തീനിലെ ഉമ്മമാർ ഇസ്രായേൽ സേനയുടെ കിരാതമുറകൾക്ക് മുമ്പിൽ ആ വെടിമുനകൾക്ക് വിധേയരായിക്കൊണ്ട് മരിച്ചു വീഴുമ്പോഴും കുഞ്ഞിനെ സുരക്ഷിതമായി ആ മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ മാറിൽ
സുരക്ഷിതയായി കിടക്കുന്ന കുഞ്ഞിനെ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ദൗത്യമായി നമുക്ക് കാണാൻ പറ്റും. പ്രതിരോധ കുത്തിവെപ്പിന് ഉമ്മ വന്നിട്ടില്ല, വല്യമ്മയാണ് കുട്ടിനായിട്ട് വന്നിട്ടുള്ളത്. എന്തിയ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഉമ്മാക്ക് ഈ കുട്ടിനെ ഇഞ്ചക്ഷൻ വെക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റൂല ഈ പൈതലിനെന്നാണ്. അതുകൊണ്ട് ഉമ്മാനെ കൊണ്ടുവരാതെ വല്യമ്മ പോന്നിക്കാൻ ആ സിസ്റ്ററോട് നഴ്സിനോട് പറയുന്ന വാക്കിതാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എങ്ങനെ നാം മറക്കും തന്റെ അരുമ സന്താനത്തെ, ആകെയുണ്ടായിരുന്ന ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ മണലാരുണ്യത്തിൽ തളരാതെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മോനെ അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കാൻ വേണ്ടി തന്റെ ഭർത്താവിനെ ഏൽപ്പിക്കുന്ന ആ ഉമ്മയുടെ ഈമാൻ എന്ത് അളവ് കൊണ്ടാണ് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുക? എങ്ങനെ അവർക്കത് താങ്ങാൻ കഴിഞ്ഞു? പ്രിയപ്പെട്ട സഹോദരിമാർ, എങ്ങനെയാണ് നമുക്ക് ഹാജറ ഉമ്മയെ മറക്കാൻ കഴിയുക? ഇല്ല, ഒരിക്കലും ചരിത്രത്തിലെ അടയാളങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി, കാണിച്ചു തരാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മളെ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. ആ വിളിയാണ് തൽബിയത്തെന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുക. ആ കുടുംബം, അതിന്റെ നാഥൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അതിലെ കുടുംബനാഥ ഉമ്മ എന്ന് പറയുന്നത് ഹാജർ ബീവിയാണ്, മകൻ ഇസ്മായിലാണ്. നമുക്ക് മാതൃകയാണ്. ആ കുടുംബത്തെയാണ് നാം മാതൃകയാക്കേണ്ടത്. എല്ലാവരും പരീക്ഷിക്കപ്പെട്ടു. ബാപ്പ പരീക്ഷിക്കപ്പെട്ടു, നമുക്കറിയാലോ. ഉമ്മ പരീക്ഷിക്കപ്പെട്ടു, ഹാജർ ബീവി. മകൻ പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ വളർത്തി വലുതാക്കിയ മകനെ അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കണ്ടു അറിവ് നടത്തണമെന്ന് പറയുന്നതോടെ ആ ഉമ്മ ഏൽപ്പിച്ചു പോകുമ്പോ, ആ ഉമ്മ ഏൽപ്പിക്കുമ്പോഴും ആ മരുഭൂമിയിൽ തനിച്ചാക്കി ഭാര്യയെയും കുഞ്ഞിനെയും ഇവിടെ തനിച്ചാക്കി മറ്റൊരു ദേശത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പലായനം തുടരുമ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹാജറ, അല്ലാഹു അമറക ബിഹാദ, ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി നിങ്ങളോട് പോകാൻ പറഞ്ഞത് അല്ലാഹു ആണോ എന്നാണ്. അതേ എന്ന് പറയുമ്പോ എങ്കിൽ നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ, ഞങ്ങൾ വഴിയാതരാവൂല, ഞങ്ങൾക്ക് അല്ലാഹു കൂടെയുണ്ടാകും എന്ന് പറയുന്ന ആ ഉമ്മ നമ്മുടെ ഉമ്മമാർക്ക് മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാതൃകയാവണം. 25 സൂറത്തുകളിൽ 250 ആയത്തുകളിൽ 63 തവണ ഖുർആനിലൂടെ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ അല്ലാഹുവിന്റെ ചങ്ങാതിയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുഗ്രഹങ്ങളാണ്, നന്മകളാണ് മുഹമ്മദ് നബിക്കും കുടുംബത്തിനും വേണ്ടി നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വലാത്തിൽ, ഇബ്രാഹിമിയ സ്വലാത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ, മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അനുഗ്രഹം ചെയ്തതുപോലെ നീ അനുഗ്രഹം ചെയ്തു കൊടുക്കണമേ. അടിയുറച്ച് നിലകൊണ്ട മുവഹിദുകളായ, എല്ലാം അല്ലാഹുവിൽ ബരമേൽപ്പിച്ച് ജീവിച്ച, പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോയ ആ മാതൃകാ കുടുംബമാണ് ഈ പെരുന്നാളിനെ നമുക്ക് മാതൃകയാക്കാനുള്ള കുടുംബം. അർക്കാൻ വേണ്ടി കൊണ്ടുപോണ രംഗം ചരിത്രത്തിൽ കാണാൻ പറ്റും. കുളിപ്പിച്ച് ഡ്രസ് ഇട്ടുകൊടുത്ത് അങ്ങനെ കത്തിയും കയറും വേറെ ഭർത്താവിനെ ഏൽപ്പിച്ച് അവസാനം മുത്തം നൽകി, ഇനി പരലോകത്ത് വെച്ച് കാണാം മോനെ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ പറഞ്ഞേക്കണ ഒരു രംഗുണ്ട്. പ്രിയപ്പെട്ടവരെ, മിനായില് ആ ചെരിവ്, ആ മിനായിലെ ആ മലഞ്ചെരിവില് ഇന്നും ഒരു സ്തൂപം, ഒരു അടയാളം ആ സ്ഥലത്ത്, ചെരിച്ച് ഇറക്കാൻ കിടത്തിയ സ്ഥലത്ത് കാണാൻ പറ്റും. ഇതൊക്കെ സത്യണേ, അതിൻ്റെ തെളിവുകളാണിത്, അതിൻ്റെ അടയാളങ്ങളാണ് ആ അവശിഷ്ടങ്ങൾ. അതുകൊണ്ട് അവസാനം ആ മോൻ പറയാണ്, പാപ്പ നിങ്ങൾ അറുക്കുമ്പോൾ എന്നെ ചെരിച്ച് കിടത്തണം, എൻ്റെ കണ്ണിലേക്ക് നോക്കരുത്, എൻ്റെ മുഖത്തേക്ക് നോക്കരുത്, വേഗം അറുക്കണം. നിങ്ങൾക്ക് ദയവ് തോന്നും, കൈകാലുകളൊക്കെ പിടിച്ച് കെട്ടണം. ഞാൻ നല്ല ക്ഷമക്കുണ്ട്, പക്ഷേ എങ്കിലും കത്തി കഴുത്തിൽ വെച്ചാലുള്ള വേദന കൊണ്ട് പിടയും, നിങ്ങൾക്ക് പ്രയാസം വരരുത്. നിങ്ങളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ ഒതുക്കി പിടിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് എൻ്റെ രക്തം തെറിക്കും എന്ന് പറഞ്ഞ് ആ മോൻ അവസാനമായി പറയുന്ന ഒരു വാക്ക്, ഈ അണിഞ്ഞ ഷർട്ട് അഴിക്കാൻ പോവുകയാണ്.
ഇതെൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മയുടെ സ്വന്തം കൈകൊണ്ട് എനിക്ക് വേണ്ടി തുന്നിയുണ്ടാക്കിയ ഷർട്ടാണ്. നിങ്ങൾ എൻ്റെ അറിവ് നടത്തി ഞാനില്ലാതെ എൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് തിരികെ പോകുമ്പോ ഈ ചോര ഒരിക്കലും നിങ്ങളാക്കാതെ എൻ്റെ ഈ ഷർട്ടിനെ നിങ്ങൾ വളരെ ഭദ്രമായി എൻ്റെ ഉമ്മ കേൾപ്പിക്കണം തിരികെ. മാത്രമല്ല, നിങ്ങൾ എൻ്റെ ഉമ്മയുടെ അടുക്കലെത്തിയാൽ അവസാനമായി എൻ്റെ ഉമ്മക്ക് ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്. ഫഖ്റഹാ ഫൈദാ അതൈത ഇലാ ഉമ്മി ഫഖ്റഹാ മിന്നി അസ്സലാം. ഞാൻ അവസാനമായി സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഉമ്മയോട് പറയണം എന്നീ പൊന്നുമോൻ ബാപ്പയോട് പറഞ്ഞേൽപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അത്ഭുതം സംഭവിക്കാൻ ഫനാദൈനാഹു അയ്യാ ഇബ്രാഹിം. അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിളി വരുന്നത്. ഇബ്രാഹിം നിർത്തുക, മതി ഒന്ന് നിർത്തുക. ഖദ് സദ്ദഖ്ത റുയാ, സ്വപ്നം നീ നിറവേറ്റിയിരിക്കുന്നു. വഫദൈനാഹു ബിദിബിൻ അലീം, പകരം ഒരു ബലിമൃഗം അള്ളാഹു അവിടെ പ്രത്യക്ഷപ്പെടുത്തി നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതാണ് നമ്മളെ തക്ബീറിന്റെ ആശയം. അള്ളാഹു വലിയവനാണ്. ആ ബലിമൃഗത്തെ അറുക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന വരികയാണ്. അന്ന് ആരംഭിച്ചതാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് നിർവഹിക്കുന്ന ബലിയുടെ പൊരുൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ഏത് കൽപ്പനകളും സമർപ്പിക്കാൻ, സ്വീകരിക്കാൻ, ഏത് തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ, എല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ബലിയുടെ പ്രഖ്യാപനം എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. പരീക്ഷണത്തിൽ പതറാതെ നേടിയ കുടുംബത്തിന്റെ വിജയമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ ഓട്ടം, പരീക്ഷണം നമുക്കുണ്ടായിട്ടില്ല. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആ കുടുംബം അനുഭവിച്ച ഏത് പരീക്ഷണ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ അല്പമെങ്കിലും ത്യാഗം സഹിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിന്റെ ഖുത്ബ കേൾക്കുന്ന വിശ്വാസികൾ ഓർക്കുക, 5 സമയം നമസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ, അതൊന്ന് പള്ളികളിൽ ജമാഅത്തായി നമസ്കരിക്കാൻ, ആ സമയത്ത് കടകളിൽ നിന്ന്, ജോലികളിൽ നിന്ന് നമുക്ക് അനുവദിക്കപ്പെടുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങി വന്നുകൊണ്ട് തൊട്ടടുത്തുള്ള ആ പള്ളിയിൽ ജമാഅത്തിന് ഹാജരാവാൻ, അല്പം ത്യാഗം സഹിക്കാൻ. ഈ ചരിത്രം കേട്ട് നമ്മൾ ഒരുക്കമാണോ എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ജുമുഅക്ക്, ഏറ്റവും നല്ല സ്ഥലത്ത്, ഏറ്റവും അനുഗ്രഹീതമായ സമയത്ത് കുടുംബസമേതം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തെ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ കുടുംബസമേതം ആ ഖുത്ബയും ജുമുഅയും കേൾക്കാൻ ഏറ്റവും നല്ല ദിവസത്തിൽ 1 മണിക്കൂർ സമയം ചിലവഴിക്കാൻ നമുക്ക് മുമ്പിൽ സമയമുണ്ടോ എന്ന് ഈ ചരിത്രം കേൾക്കുമ്പോൾ, ത്യാഗത്തിന്റെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾ ഒരുക്കമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഖുർആൻ അനുഗ്രഹീതമായി നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ ഖുർആനിലുണ്ട്. ആ ഖുർആൻ ഒന്നൊരാവർത്തി കണ്ണടയുന്നതിന് മുമ്പ് അതിന്റെ പരിഭാഷ വെച്ചൊന്ന് വായിക്കാൻ നമുക്ക് സമയമുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കാം. കടമകളും കടപ്പാടുകളും ബന്ധങ്ങളും ബാധ്യതകളും ഒക്കെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. തഖ്വയും ഈമാനും സബറും നമ്മുടെ ജീവിതത്തിന്റെ കൈമുതലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇസ്ലാമിക കുടുംബമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കും. ആരാണോ പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറാതെ ക്ഷമയോടെ ഭക്തിയോടെ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരാണ് ദൃഢനിശ്ചയത്തിന്റെ തീരുമാനമെടുത്തവർ. അതുകൊണ്ട് ബന്ധങ്ങൾ ചേർത്തുക. ഈ പെരുന്നാളിന്റെ സന്ദേശം അതാണ്. അറ്റുപോയ എല്ലാ ബന്ധങ്ങളും പ്രിയപ്പെട്ടവരെ ഒന്ന് മെച്ചപ്പെടുത്തുക, നന്നാക്കുക, ചേർക്കുക, നിലനിർത്തുക. എല്ലാ പ്രശ്നങ്ങളും കുടുംബങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. ഒക്കെ പറഞ്ഞു തീർക്കുക. ഒന്ന് വിനീതരാവുക. അഹങ്കാരമൊന്ന് മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി മാറ്റുക. ഒരു മെസ്സേജ് അയച്ചാൽ പോരാ പെരുന്നാളിന്റെ തക്കബലല്ല മാത്രം, മറിച്ച് ഒന്ന് ഫോൺ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ടൊന്ന് പോയി, ഇതാണ് പെരുന്നാള്, ആ ബന്ധം ചേർക്കുന്നിടത്തേക്ക് അങ്ങനെ സന്ദർശനങ്ങൾ രോഗികളെയും കുടുംബങ്ങളെയും എല്ലാ
ബന്ധുക്കളെയും സന്ദർശിക്കുന്ന ഒരു പെരുന്നാളാക്കി നമ്മുടെ പെരുന്നാളിന്റെ ആത്മീയത പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയർത്തണമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരു നല്ല മനസ്സ് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആരോടും ശത്രുതയില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ആരോടും ഒരു വിദ്വേഷവുമില്ലാത്ത ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാവണം. അതിന്റെ തുടക്കമാണ് ഈ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ്, ഈ ഖുത്ബയും കഴിഞ്ഞ് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് നമ്മൾ ഉറക്കെ പറയുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആശംസാവാചകത്തിന്റെ പൊരുൾ അതാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പെരുന്നാൾ സർവ്വ നന്മക്കും നല്ല മാതൃകകൾക്കും നിമിത്തമാവണമെന്നാണ് ഈ പെരുന്നാളിന്റെ സന്ദേശത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ പ്രാർത്ഥിക്കുക. നമ്മുടെ നാടിനും സമൂഹത്തിനും നാടിന്റെ ഐക്യത്തിനും സുരക്ഷിതത്വത്തിനും സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ഉമ്മത്തിന്റെ ഐക്യത്തിനും മാത്രമല്ല പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾക്കും ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണ് അല്പമെങ്കിലും ആശ്വാസകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് വന്നിട്ടും ഉത്തർപ്രദേശിൽ നിന്ന് കേൾക്കുന്നത് ഈ ബലിപെരുന്നാളിന് മാംസം സൂക്ഷിച്ചവരെ അറുകൊല നടത്തുന്ന, മാത്രമല്ല ഈദ്ഗാഹ് മൈതാനികൾക്ക് വിലക്കേർപ്പെടുത്തുന്ന കാഴ്ചകളും വാർത്തകളും വരെ ഇന്നും ഇന്നലെയുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്പം ആശ്വാസപരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ നിശ്ചയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ ഫലമെങ്കിലും തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ. പടച്ചോനെ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ നായകന്മാരാക്കി മാറ്റരുത് എന്ന് അല്ലാഹുവിനോട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനമായി പറയാനുള്ളത്, നമ്മൾ ഇതാ നമസ്കാരം കഴിഞ്ഞ് ഈ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞ് നേരെ പോകുന്നത് ബലികർമ്മത്തിലേക്കാണ്. എല്ലാവരും ഒരുങ്ങുക. അതിനു വേണ്ട പ്രത്യേക ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹാദാ മിൻക വലക് ഫതഖബ്ബൽ മിന്നി എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട്, അല്ലാഹുവേ നീയാണ് വലിയവൻ, നിന്റെ നാമത്തിൽ ഇതാ ഞാൻ ബലി നിർവഹിക്കുന്നു. ഹാദാ മിൻക, ഇത് നീ പറഞ്ഞതാണ്, വലക നിനക്കുള്ളതാണ്, ഫതഖബ്ബൽ മിന്നി നാഥാ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആ ഉദ്ഹിയത്തിന്റെ സമയത്ത്. പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും സാന്നിധ്യം അവിടെ ഉണ്ടാവുക. നമ്മുടെ ഉദ്ഹിയത്തിനെ, നമ്മുടെ മഹല്ലിലെ ഈ സംരംഭത്തെ സജീവമാക്കുന്നതിൽ നമ്മുടെ ഇടപെടലുകളും നല്ല സഹകരണങ്ങളും നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് ദീനാണ്, ഇത് ഇസ്ലാമാണ് എന്ന ഓർമ്മയാണ് നമുക്കുണ്ടാകും. കല്യാണത്തിന് അർക്കാറുണ്ട്, പക്ഷേ ആ അറിവിന് സഹകരിക്കുന്നത് പോലെയല്ല ഉദ്ഹിയത്ത്. ഇതൊരു മതപരമായ കർമ്മമാണ് എന്ന ഓർമ്മയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നല്ല സംസാരങ്ങൾ കൊണ്ടുള്ള സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു നമ്മുടെ ഉദ്ഹിയത്ത് കർമ്മങ്ങൾ, നമ്മുടെ ആരാധനകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ആഘോഷങ്ങളിൽ വഴിതെറ്റാതെ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് ഈ പുതിയ ലോകത്ത് പ്രത്യേകിച്ച് യുവതയോട് നമുക്ക് പറയാനുള്ളത്. മരണം നമ്മൾ ഓർക്കണം. മരണത്തെക്കുറിച്ച് ചിന്ത എപ്പോഴും നമുക്കുണ്ടാവണം. നോക്കൂ നിങ്ങൾ, AI ക്യാമറകളെക്കാളും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്. അവന്റെ അടുക്കലേക്കാണ് നാളെ നമ്മളെല്ലാവരും മടങ്ങിപ്പോകുന്നത്. ദുനിയാവിൽ തന്നെ നമ്മുടെ വേദന വേറൊരാളെ ഏറ്റെടുക്കൂല. ഒരു രോഗം വന്നാലേ, ഒരു ക്യാൻസർ ബാധിച്ച ഒരു 60-കാരൻ പറഞ്ഞു, ഞാൻ ആ ക്യാൻസർ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി വരുമ്പോ എന്റെ എല്ലാ ചികിത്സകളും ഭംഗിയായി എനിക്ക് ആശ്വാസകരമായി കാണുമ്പോ ആ ക്യാൻസർ വാർഡിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിന്റെ നിലവിളി കേൾക്കുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. ഞാൻ 60 കൊല്ലം ജീവിച്ചല്ലോ, എന്റെ ക്യാൻസർ ഇനി സുഖമായിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, പക്ഷെ ആ കുഞ്ഞ് ജീവിച്ചിട്ടില്ല. ആ കുഞ്ഞിനോട് സാരമില്ലെന്ന് പറയാൻ വാക്കുകളില്ല. ആ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ആ ICUവിൽ പ്രിയപ്പെട്ടവരെ മാരകമായ ക്യാൻസറിന്റെ രോഗത്തിനോട് മല്ലിട്ടുകൊണ്ട് വേദന കൊണ്ട് പിടയുമ്പോ ആ വേദന ഏറ്റെടുക്കാൻ കഴിയാതെ നിസ്സഹായരായി അതിന്റെ പുറത്ത് കവാടത്തിന്റെ അടുത്ത് മാതാപിതാക്കൾ നിൽക്കുന്നുണ്ട്. ആ മാതാപിതാക്കൾ ഭക്ഷണം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും ഒന്ന് ചിരിച്ചിട്ടും മാസങ്ങളായി അവർക്ക് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടിയുടെ രോഗവാർത്ത കേട്ട അന്ന് മുതൽ ഞാനിത് പറഞ്ഞെന്തിനറിയോ, ആ 60
എഴുത്തുകാരൻ പറഞ്ഞത് ഈ 1 വയസ്സുള്ള കുട്ടിയെക്കുറിച്ചാണെങ്കിൽ അവിടെ അദ്ദേഹം പറഞ്ഞത് ഈ 1 വയസ്സായ കുട്ടിയുടെ വേദന എങ്ങാനും ഏറ്റെടുക്കാൻ ഒരു അവസരമുണ്ടായിരുന്നുവെങ്കിൽ ആ മാതാപിതാക്കൾ അത് ഏറ്റെടുക്കുമായിരുന്നു എന്നാണ്. ഇല്ല, ഒരാളുടെ വേദനയും മറ്റൊരാളും ദുനിയാവിൽ തന്നെ ഏറ്റെടുക്കാത്ത പ്രതിഭാസം നമ്മൾ സാക്ഷികളായി കണ്ടുകൊണ്ടിരിക്കുന്നു. പരലോകത്തിന്റെ ചിത്രം ഇനി എത്ര എളുപ്പമാണ്. നഫ്സി നഫ്സി എന്ന് ഓരോരുത്തരും പറയും. ബാപ്പാന്റെ കൂടെ ആശ്വസിപ്പിക്കാൻ മകനില്ല, ഭാര്യയുടെ കൂടെ ആശ്വസിപ്പിക്കാൻ ഭർത്താവില്ല, മക്കൾ വരില്ല, മാതാപിതാക്കൾ ആശ്വസിപ്പിക്കാൻ. ഒരു ബന്ധുവിനും മറ്റൊരു ഉറ്റ ബന്ധുവും ഉടയവരും ഒരു നിലക്കും ഒരു സഹായവും ചെയ്യുകയില്ല. ഒരാളെ കൊണ്ടും ഒരു ഗുണവുമില്ല. ഓരോരുത്തർക്കും അവനവന്റെ കാര്യം തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നമ്മൾ തനിച്ചാണ്. അതുകൊണ്ട് സ്വന്തം ജീവിതം, സ്വന്തം വ്യക്തിത്വം, സ്വന്തം സ്വഭാവം, സ്വന്തം വിശ്വാസം അത് മാന്യമാക്കുക, ഇസ്ലാമികമാക്കുക, അള്ളാന്റെ തൃപ്തിയും പൊരുത്തവും ഉറപ്പിക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പക്ഷെ ഏറ്റവും മനസ്സിൽ തട്ടുന്ന ഒരു പ്രാർത്ഥന എന്താ അറിയോ? ദുനിയാവിന്റെ വിഷയത്തിലല്ല, പരലോകത്തിന്റെ വിഷയത്തിലാണ്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. പടച്ചവനെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കല്ല തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, ഒരു കൽപ്പന പോലും നിർവഹിക്കുന്നതിൽ പുറകോട്ട് പോയിട്ടില്ലാത്ത ഇബ്രാഹിം അല്ലദീ വഫാ, 100% കൽപ്പനകൾ നിർവഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുന്നത്, നാളെ പുനരുദ്ധാരണ നാളിൽ പരലോകത്ത് വെച്ച് മഹ്ശറിൽ വെച്ച് നാഥാ എന്നെ നീ അപമാനിക്കല്ല തമ്പുരാനെ. ദുനിയാവിൽ എന്നെ അപമാനിച്ചിട്ടില്ല, ഇനി നാളെ പരലോകത്ത് അപമാനിക്കരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഓർമ്മ വേണം, ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്തി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പെരുന്നാളിന്റെ സന്ദേശമായി പറയാനുള്ളത്, ജീവിതം ഇസ്ലാമികമാക്കി മാറ്റി തീർക്കുക. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഇസ്ലാം എന്ത് കൽപ്പിച്ചു, എന്റെ മതം എന്നോട് എന്ത് പറഞ്ഞു, അതാണ് എന്റെ നിലപാട് എന്ന് പറയുന്നിടത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയരണം, നമ്മൾ വളരണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. ഒരു സത്യവിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും അല്ലാഹുവോ അവന്റെ റസൂലോ ഒരു കാര്യം കൽപ്പിച്ചാൽ, തീരുമാനിച്ചാൽ, അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, പിന്നെ അവനവന്റെ ചോയ്സ്, ഇഷ്ടം, അതിനൊരു പ്രാധാന്യമല്ല എന്നാണ്. അള്ളാന്റെ തീരുമാനത്തിനാണ് പ്രാധാന്യമുള്ളത്. നമ്മളെ തെരഞ്ഞെടുപ്പ് പിന്നെ അവിടെ ഇല്ല എന്നാണ്. അള്ളാഹു എന്ത് പറഞ്ഞുവോ, എന്റെ നബി എന്താണോ കൽപ്പിച്ചത് അതാണ് എന്റെ ജീവിതം. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും എതിര് ചെയ്താൽ ഫഖദ് ലല്ല ലലാലം മുബീനാ, അവർ വ്യക്തമായ വഴികേടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതം ഇസ്ലാമാക്കുക. മുസ്ലിമായി നമ്മൾ ജീവിക്കുന്നതോടൊപ്പം മുസ്ലിമായി തന്നെ മരിക്കണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് നാട്ടിലേക്ക് ആയുരാരോഗ്യത്തോടെ മടങ്ങി വരാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട്. കഴിഞ്ഞ ഈദ് നമസ്കാരത്തിൽ സംഗമിച്ച പലരുമുണ്ട്. അവരിന്ന് കൂടെയില്ല. അവർക്കൊക്കെ അല്ലാഹു ഖബറിന്റെയും നരകത്തിന്റെയും അദാബുകളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും സന്തോഷത്തോടെ സ്വർഗത്തിൽ താമസിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും, മഹാമാരികളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുരന്ത ഭൂമിയിൽ കുവൈത്തിൽ ഉൾപ്പെടെ പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു എല്ലാവിധ സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ ഉളുഹിയ്യത്ത്, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ദിക്ർ ദുആകൾ, നമ്മുടെ മറ്റു ആരാധനകൾ എല്ലാം അല്ലാഹു
അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സമാധാന ശാന്തി നിലനിർത്തുമാറാവട്ടെ. നന്മ നിറഞ്ഞ കൺകുളിർമയേകുന്ന കുടുംബമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മുടെ കുടുംബത്തെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും നിർഭയത്വവും നൽകി അവർക്ക് അള്ളാഹു സുരക്ഷിതത്വവും അമ്നും പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ കച്ചവടങ്ങളിൽ, ജോലികളിൽ, കൃഷികളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ നാടുകളിൽ നിന്ന് പോയ, വിശിഷ്യ നമ്മുടെ മഹല്ലുകളിൽ നിന്നും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും പോയ, നമ്മുടെയൊക്കെ നല്ല നന്മകളിൽ പരമാവധി സഹകരിക്കാറുള്ള ആ വിദേശത്തുള്ള നമ്മുടെ പ്രവാസികൾക്ക് അള്ളാഹു അവരുടെ ജോലികളിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു സുരക്ഷിതത്വവും നിർഭയത്വവും സമാധാനവും ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أمتنا مع الإيمان والتوبة. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.